ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് ചീര ഇട്ടിട്ടുണ്ട്. ഇത് നേപ്പാളീസ് കൂടുതൽ ഉപയോഗിക്കുന്ന ചീരയാണ്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കടുക് വറുക്കുന്നതിന് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് കടുക് താളിച്ചതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമുക്കിത് തുറന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് വേവില്ല. എന്നിട്ട് തേങ്ങ ഇട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുരിങ്ങയില തോരൻ വെക്കുന്നത് പോലെ തന്നെ. നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഇങ്ങനെയാണ് കൂടുതൽ അവർ വെക്കുന്നത് തോരൻ. ഇത് അടിപൊളി തോരൻ റെഡി ആയിരിക്കുകയാണ്. ചേട്ടാ, അമ്മ തോരൻ ഉണ്ടാക്കിയൊന്ന് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആണോ? സൂപ്പർ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, പപ്പടം, ബീട്രൂട്ട് പച്ചടി, തോരൻ, സോയാബീൻ റോസ്റ്റ്, അച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.